നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2 ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ബ്ലോക്കാണ്. അതിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് യൂണിറ്റിന്റെ പേര്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ടേം നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ്. നമുക്ക് എന്താണെന്ന് അറിയാം അല്ലെ? ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ, അതിനെ പറ്റിയാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. അപ്പം ആദ്യം തന്നെ മനുഷ്യാവകാശം എന്താണ് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. എന്താണ് മനുഷ്യാവകാശം? സിംപിളി ഹ്യൂമൻ റൈറ്റ് എന്നുള്ളത് കൊണ്ട് ഇക്വാലിറ്റി, അത് തന്നെ ഫ്രീഡം, ഡിഗ്നിറ്റി, ഇത് മൂന്നും ചേർന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഡിഗ്നിറ്റി, ഇക്വാലിറ്റി, ഫ്രീഡം, ഇത് മൂന്നും ചേർന്നതിനെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയാം. അതായത് മനുഷ്യനായതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അടിസ്ഥാന ഒരു കാര്യമാണ്, അടിസ്ഥാനമായിട്ടുള്ള അവകാശങ്ങളാണ്, നിയമപരമായി ലഭിക്കുന്ന അവകാശങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അത് നമ്മുടെ ജാതിയോ നമ്മുടെ മതമോ ലിംഗമോ ഭാഷയോ നമ്മുടെ സമ്പത്തോ ഒന്നും ബേസ് ചെയ്തിട്ടല്ല നമുക്കത് ലഭിക്കുന്നത്. നമ്മളൊരു മനുഷ്യനായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവകാശമാണിത്. ഇവയൊന്നും ആശ്രയിച്ചിട്ടല്ല നമുക്ക് അവകാശങ്ങൾ ലഭിക്കുന്നത്. അത് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ഡിഗ്നിറ്റിയോട് കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാനുള്ള അവകാശം, നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുമല്ലോ അത്, അതുപോലെ തന്നെ ലോയ്ക്ക് മുന്നിൽ, നമ്മുടെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതൊക്കെ നമുക്ക് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അതാണ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യനായി ജനിച്ചത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന അവകാശങ്ങളെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയാം. ഡിഗ്നിറ്റിയും ഫ്രീഡവും നമ്മുടെ ഇക്വാലിറ്റിയും ഒക്കെ കൂടിയതാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, ഇനി ഹിസ്റ്റോറിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശത്തിന്റെ ചരിത്ര വികാസം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മളുടെ ഓരോ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരേ സമയത്ത് പെട്ടെന്ന് ഉണ്ടായതല്ല. അത് പതുക്കെ പതുക്കെ ഓരോ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ പതുക്കെ വികസിച്ചു വന്ന ആശയങ്ങളാണത്. അപ്പം പണ്ട് തൊട്ടേ ഹിസ്റ്റോറിക്കൽ പീരീഡ് ആ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പതുക്കെയാണ് അത് ഒരു വികസിച്ച് ആ ഒരു വലിയ ആശയങ്ങളിലേക്ക് വന്നത്. ഓരോ ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിലുമായിട്ടാണ് അത് വികസിച്ച് വന്നത്. അപ്പൊ അതിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ പുരാതന കാലത്ത് തന്നെ നമ്മൾ നീതിയും അതുപോലെ തന്നെ കരുണ, സഹിഷ്ണുത എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ മൂല്യങ്ങളും അതിന് സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി ആ ഒരു അനാവശ്യമായിട്ടുള്ള വയലൻസ് ഒക്കെ ഒഴിവാക്കിയത് ആ ഒരു ഇതിന് ശേഷം. അതിന് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പം നമ്മളൊരു അമരൂബി കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൻഷ്യൻ പീരീഡിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നമ്മൾ ലോ ആൻഡ് ജസ്റ്റിസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പേർഷ്യൻ കാലഘട്ടത്തിൽ പേർഷ്യയിലെ ഒരു സമ്പ്രദായത്തിൽ നോക്കുകയാണെങ്കിൽ റിലീജിയസ് ഫ്രീഡം കൊണ്ടുവരാൻ നോക്കി. ഈ നമ്മുടെ അശോകയുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പീസ്, ടോളറൻസ്, നോൺ വയലൻസ് ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് കാലത്ത് തന്നെ നമ്മളെ നീതിയും കരുണയും ഈ മൂല്യങ്ങൾക്കൊക്കെ സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്നാണ്. പേർഷ്യയിലും അതുപോലെ തന്നെ ഹുമയൂൺ സമയത്തും നമ്മുടെ അശോകയുടെ സമയത്തൊക്കെ അത് ഫോക്കസ് ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിരുന്നു. ഇതിന് ഉദാഹരണമാണ് ഇപ്പൊ പറഞ്ഞത്. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി ആ ഒരു നോൺ വയലൻസും അക്രമവും ഒക്കെ നിരോധിക്കാനുള്ള കാരണം അതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ഉള്ളൊരു കോൺട്രിബ്യൂഷൻ, റിലീജിയസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ എല്ലാ മതങ്ങളിലും നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെ? എന്താണത്? നീതിയും ദയയും ഒക്കെ ഉണ്ടാവണം എന്നുള്ളത് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ മതങ്ങളും എടുത്തു കഴിഞ്ഞാലും ഇതെല്ലാം നമ്മളെ ഹ്യൂമൻ ലൈഫിനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതും നമ്മുടെ മോറൽ ഡ്യൂട്ടീസും നീതിയും കരുണയൊക്കെ കാണിക്കണം എന്നുള്ളത്, സഹജമാണ്, മനുഷ്യനോട് കാണിക്കണം എന്നുള്ളത് എല്ലാ മതങ്ങളും അത് പറയുന്നുണ്ട്. അപ്പം അതില് മതങ്ങൾ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. മറ്റുള്ളവരോട് കരുണയോടും നീതിയോടും കൂടി പെരുമാറുക, അല്ലെങ്കിൽ അങ്ങനെ കാണുക എന്നുള്ളത് അത് എല്ലാ മതങ്ങളിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ ഹിന്ദുസം എടുക്കുകയാണെങ്കിൽ അവിടെ ധർമ്മം, അതുപോലെ തന്നെ അഹിംസ കാര്യങ്ങളൊക്കെയാണ് ഹിന്ദുസത്തിൽ വരുന്നത്. ഇനി ബുദ്ധിസം ആൻഡ് ജൈനിസം എടുക്കുകയാണെങ്കിൽ നോൺ വയലൻസ് ആണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലവ് ദെയർ നൈബർ, നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാമിൽ വരികയാണെങ്കിൽ ജസ്റ്റിസ്, അതുപോലെ തന്നെ ചാരിറ്റി എന്നുള്ളതിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ജ്യോതിഷം വരികയാണെങ്കിൽ കെയർ ഫോർ ദ വീക്ക്,
പാവപ്പെട്ടവനെ, വീക്കായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പൊ ഓരോ റിലീജിയസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതിലെല്ലാം ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാ മതങ്ങളിലും ഇതെല്ലാം പഠിപ്പിക്കുന്നതുകൊണ്ട് ഇതെല്ലാം നീതിയോടും കരുണയോടും കൂടി മറ്റുള്ളവരോട് പെരുമാറുക എന്നുള്ളതും ഒരു റിലീജിയസ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിലേക്കുള്ള റിലീജിയസ് കോൺട്രിബ്യൂഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്കറിയാം നമ്മുടെ ഒരു 17-18 കാലഘട്ടത്തിൽ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിന് ഒരുപാട് ഒരു എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാല് അന്നത്തെ കാലത്തിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആ ഒരു സെഞ്ചുറിയിൽ 17-18 സെഞ്ചുറിയിൽ സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഫിലോസഫർ ജോൺ ലൂക്കെ ഒരുപാട് പിന്നെ ഫിലോസഫേഴ്സ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും അതിൽ എടുത്തു പറയേണ്ടതാണ് ജോൺ ലൂക്ക് ഒരു ഹ്യൂമൻ പ്രോസസിനെ പറ്റി ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നാച്ചുറൽ റൈറ്റ്സ് ഉണ്ടാവണം, അതുപോലെ ലിബർട്ടി, സോഷ്യൽ കോൺട്രാക്ട്, ഇതിനെ പറ്റിയൊക്കെ അദ്ദേഹം ആർഗ്യൂ ചെയ്തിരുന്നു. അതിന്റെയൊക്കെ ഒരു നമ്മളുടെ ജനങ്ങളുടെ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എൻലൈറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് നമുക്ക് ആ കാലഘട്ടത്തിൽ വേണമെങ്കിൽ പറയാം. അതിൽ തന്നെയാണ് ജനങ്ങളുടെ സമ്മതത്തോടു കൂടി മാത്രമാണ് രാജാവ് ഭരിക്കേണ്ടത്, മാത്രമേ ഭരണത്തിൽ ഇരിക്കാവൂന്നും, അതുപോലെ തന്നെ ഭരണകൂടങ്ങള് അവരുടെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള ആശയങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ 17-18 സെഞ്ചുറിയിലാണ് നമുക്ക് ശക്തമായത്. ഓക്കെ, അപ്പം രാജാവ് നമ്മുടെ ജനങ്ങളുടെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന് ഭരണം തുടങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ എപ്പോഴും സംരക്ഷിക്കണം എന്നുള്ള ആശയമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഒരു എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ പിന്നെ ഹ്യൂമൻ റൈറ്റ്സിലൊരു എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് നമ്മുടെ പിന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അനീതിയെ നമ്മൾ നീതിപൂർവമല്ല ഭരണാധികാരികൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമ്മൾ ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു എൻലൈറ്റ്മെന്റ് പീരീഡ് 17-18 സെഞ്ചുറി, അത് എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് പറയാം. ജോൺ ലൂക്ക് അതിനെപ്പറ്റി ഒരുപാട് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ റൈറ്റ്സ്, അതുപോലെ തന്നെ ലിബർട്ടി, സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ അദ്ദേഹം ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മുടെ ലീഗൽ മൈൽ സ്റ്റോൺ എന്തൊക്കെയാണ് എന്നുള്ളത്. ലീഗൽ മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടത് പറയേണ്ടത് 3 എണ്ണമാണ്. ലീഗൽ മൈൽ സ്റ്റോണിൽ വരുന്നത് മാഗ്ന കാർട്ട, US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ. ഈ 3 നിയമപരമായ രേഖയെ പറ്റിയാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഒരു ലീഗൽ നമ്മളൊരു മൈൽ സ്റ്റോൺ എന്ന് നമുക്ക് പറയാം. എന്തായിരുന്നു അതിൽ വരുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. അതായത് നമ്മുടെ പിന്നെ ലോയെക്കാട്ടിലും നമ്മുടെ ഒരു വലിയ ഒരു നിയമപരമായിട്ടുള്ള ആ രേഖകൾ വലിയ മാറ്റങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ ഒരു മോഡേൺ ഹ്യൂമൻ റൈറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ ഈ രേഖകളൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. രാജാവിന്റെ മാഗ്ന കാർട്ടിൽ തന്നെ നമ്മുടെ രാജാവിന്റെ അധികാരം, മാഗ്ന കാർട്ട് എന്നുള്ള ആ രേഖയിൽ രാജാവിന്റെ അധികാരം നിയന്ത്രിച്ച ആദ്യത്തെ പ്രധാന നിയമരേഖയാണ് മാഗ്ന കാർട്ട. അത് 1215 അത് പ്രഖ്യാപിച്ചത്. അപ്പൊ അതിൽ തന്നെ ഒരു ആദ്യമായിട്ട് രാജാവിന്റെ അധികാരങ്ങളൊക്കെ നിയന്ത്രിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് വലിയൊരു ഡെവലപ്മെന്റ് ആണ് ഹ്യൂമൻ റൈറ്റ്സിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത് നിയന്ത്രിച്ചു. ആ ഒരു നിയമരേഖ, രാജാവിന്റെ അധികാരം നിയന്ത്രിച്ചു എന്നുള്ള ആദ്യത്തെ പ്രധാന നിയമരേഖയായിട്ട് മാഗ്ന കാർട്ട 1215 അത് പ്രഖ്യാപിച്ചു. അത് കൂടാതെ തന്നെ രാജാവും നിയമത്തിന്റെ അണ്ടറിലാണ്. എല്ലാവരും തുല്യരാണ് എന്നുള്ളതിൽ സ്ഥിരമാക്കിയിട്ട് രാജാവും നിയമത്തിന്റെ അണ്ടറിൽ വരുന്ന ആണാണ്. അതുപോലെ തന്നെ ഒരാളെയും ഒരു നിയമപരമായ നടപടി ഇല്ലാതെ അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഈ ഒരു ഇതിലൂടെ, ഈ ഒരു മാഗ്ന കാർട്ട എന്നുള്ള ആ ഡോക്യുമെന്റിലൂടെ അത് നിയമരേഖയിൽ അത് ഉറപ്പാക്കി. ഓക്കെ, അപ്പൊ മാഗ്ന കാർട്ട 1215 അത് പിന്നെ പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് തന്നെ രാജാവിനും ഈക്വലി ആ ഒരു രാജാവിന്റെ അധികാരവും നിയന്ത്രിച്ചു. അതുപോലെ തന്നെ രാജാവും നിയമത്തിന്റെ അണ്ടറിൽ വരുന്ന ആളാണ്. ഒരു നിയമപരമായി നടപടി ഇല്ലാതെ ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ മാഗ്ന കാർട്ടയിൽ വിശദമായിട്ട് ആ ഒരു ഇതിൽ ഉറപ്പാക്കുകയും സാധിച്ചു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു 3 പിന്നെ എന്താ പറയാ മൈൽ സ്റ്റോൺ എന്ന് പറയാൻ തന്നെ കാരണം ഈ 3 രേഖകൾ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഒരു നമ്മുടെ എന്താ നിയമത്തിന് അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ലീഗൽ മൈൽ സ്റ്റോൺ എന്നുള്ളത് തന്നെ നമ്മൾ പറയുന്നത്.
ഓക്കെ, അപ്പം ആ ഒരു മഗ്ന കാർട്ട എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലെ. അത് ഒരു പ്രധാനപ്പെട്ട രേഖയായിരുന്നു. മറ്റൊന്നാണ് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് 1776 ആ ഒരു നിയമരേഖ പ്രഖ്യാപിച്ചത്. അതിൽ പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായി. അപ്പൊ ആ സമയത്ത് മനുഷ്യരെല്ലാവരും തുല്യരാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ജീവനും സ്വാതന്ത്ര്യം, സന്തോഷം എന്നുള്ള കാര്യങ്ങളും അവകാശമൊക്കെ നേടാനുള്ള അത് നമുക്ക് ജന്മനാ ലഭിക്കുന്നതാണ്, ആ അവകാശങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പം US അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന സമയത്താണത് ആ ഒരു പ്രഖ്യാപനം നടത്തിയത്. ആ ഡോക്യുമെന്റ്സിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, അതുപോലെ തന്നെ തുല്യരാണ്, അതുപോലെ തന്നെ നമ്മുടെ ജീവിക്കാനുള്ളതും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സന്തോഷം തേടാനുള്ള അവകാശം ഒക്കെ ഒരു മനുഷ്യന് ജന്മനാ ലഭിക്കുന്നതാണ് എന്നത് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ആ ഒരു ഡോക്യുമെന്റിൽ, നിയമരേഖയിൽ പ്രഖ്യാപിച്ചു. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അൺജസ്റ്റിസ് ആയിട്ടുള്ള ഗവൺമെന്റിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ, എന്താണ് തെറ്റായ ഒരു കാര്യമാണെങ്കിൽ നമുക്കത് ചോദ്യം ചെയ്യപ്പെടാനും നമുക്കതിനെതിരെ പിന്നെ നമുക്കത് നോക്കാൻ റെസിസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു അധികാരം വന്നു എന്നുള്ളത് നമുക്കതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് മാൻ. അത് 1789 ആ ഒരു രേഖ വന്നത്. അതിൽ പറയുകയാണെങ്കിൽ ഫ്രഞ്ച് മനുഷ്യാവകാശ നിയമം, മനുഷ്യാവകാശ പ്രഖ്യാപനം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നമ്മുടെ US ഡിക്ലറേഷൻ പോലെ തന്നെ ഫ്രഞ്ച് ഡിക്ലറേഷനും പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതും അധികാരം ജനങ്ങളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഓരോ രാജാക്കന്മാരുടെ അധികാരങ്ങളൊക്കെ ജനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതും ഇതിന്റെ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഹ്യൂമൻ റൈറ്റ്സിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഉൾപ്പെടുന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ്. അത് യൂണിവേഴ്സൽ ആണ്. ഒന്നാമത്തത് അത് യൂണിവേഴ്സൽ ആണ്, എല്ലായിടത്തും ഉണ്ട് അല്ലെ, എല്ലായിടത്തും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. മറ്റൊന്നാണ് ഇൻഅലൈനബിൾ. അതെന്ന് വെച്ചാൽ നമുക്ക് എവിടേക്കും എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ, കനോട്ട് ബി ടേക്കൺ എവേ. ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങനെയൊന്നും പറ്റുന്നതല്ല, അത് പറിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതാണ് ഇൻഅലൈനബിൾ. ഇൻഡിവൈസബിൾ, അത് നമുക്ക് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാം ഇറ്റ്സ് ഓൾ റൈറ്റ്സ് ആർ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എല്ലാ റൈറ്റ്സും. അപ്പൊ ഇത് മൂന്നും ചേർന്നതാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. യൂണിവേഴ്സൽ ആണ്, ഇൻഅലൈനബിൾ ആണ്, ഇൻഡിവൈസബിൾ ആണ്. ഓക്കെ, ഇനി അതില് തന്നെ വരുന്ന നെക്സ്റ്റ് ഒന്നാണ് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി. റൈറ്റ് ടു ലൈഫും ലിബർട്ടി, റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് ടു സെക്യൂരിറ്റി എന്നുള്ളത് എന്താണ് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ ആണ് റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ടു ലൈഫ് എന്നുള്ളത് കൊണ്ടാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജീവിക്കാനുള്ള അവകാശം അല്ലെ, എല്ലാവർക്കും ജീവിക്കാനുള്ള. വെറുതെ ജീവിക്കാനാണോ? അല്ല, വെറുതെ ജീവിക്കുന്നതല്ല, മാന്യമായി ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് റൈറ്റ് ടു ലൈഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ റൈറ്റ് ടു ലൈഫ് മീൻസ് മോർ ദാൻ യുവർ സർവൈവൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് ലൈഫ് വിത്ത് ഡിഗ്നിറ്റി. മാന്യമായി ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്? ക്ലീൻ വാട്ടർ, അതുപോലെ തന്നെ നല്ല എൻവയോൺമെന്റ്, സേഫും ഹെൽത്തിയുമായിട്ടുള്ള എൻവയോൺമെന്റ് കിട്ടണം, ഹെൽത്ത് കെയർ എല്ലാവർക്കും കിട്ടണം. ഇതൊക്കെ ഒരു മനുഷ്യന്റെ റൈറ്റ് ടു ലൈഫിൽ വരുന്നതാണ്, അവകാശത്തിൽ വരുന്നതാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റൈറ്റ് ടു ലിബർട്ടി. റൈറ്റ് ടു ലിബർട്ടി എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു എന്താണ് ഫ്രീഡം ടു തിങ്ക് ആൻഡ് സ്പീക്ക് ആൻഡ് ചൂസ് പ്രൊഫഷൻ. ഒരു വ്യക്തിക്ക് അവരുടെ സംസാരിക്കാനും ചിന്തിക്കാനും അവരുടെ പ്രൊഫഷൻ, തൊഴിൽപരമായിട്ട് ആ ഒരു എന്ത് പ്രൊഫഷൻ അവർ തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ വരുന്നത് റൈറ്റ് ടു ലിബർട്ടി എന്നുള്ളതിന്റെ അണ്ടറിലാണ്. അപ്പൊ അത് ഫോർ എക്സാമ്പിൾ ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം, എന്ത് ജോലിയിലേക്ക് പോകണം, തിരിയണം എന്നുള്ളത്, കരിയറൊക്കെ ചൂസ് ചെയ്യുക എന്നുള്ളത് അവരുടെ അവകാശമാണത്. അതിനാണ് റൈറ്റ് ടു ലിബർട്ടി എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റൈറ്റ് ടു സെക്യൂരിറ്റി. റൈറ്റ് ടു സെക്യൂരിറ്റിയുടെ ഇതിൽ വരുന്ന എന്തൊക്കെയാണ്? പ്രൊട്ടക്ഷൻ ഫ്രം വയലൻസ്, ഇല്ലീഗൽ അറസ്റ്റ്, അതുപോലെ തന്നെ എക്സ്പ്ലോട്ടേഷൻ. ഇതൊക്കെ നമ്മുടെ എന്താ പറയാണ്, ഇല്ലീഗൽ ആയിട്ടുള്ള അറസ്റ്റ്, ചൂഷണം, അല്ലെങ്കിൽ നമ്മുടെ അക്രമത്തിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ, ഇതൊക്കെ എല്ലാ വ്യക്തികൾക്കും വേണ്ടതാണ്. അതിന് എല്ലാവർക്കും ഒരു റൈറ്റ്സ് ഉണ്ട്. അതിനെയാണ് റൈറ്റ് ടു സെക്യൂരിറ്റി എന്നുള്ളത് പറയുന്നത്. നമ്മൾ ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ഗാർഹിക പീഡനം ഉണ്ടല്ലോ, അപ്പൊ അതിനെതിരൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടണം എന്ന് പറയുന്നത് ആ ഒരു റൈറ്റ് ടു സെക്യൂരിറ്റി എന്നുള്ളതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം വയലൻസിൽ നിന്നും, ഇല്ലീഗൽ അറസ്റ്റിൽ നിന്നും, അതുപോലെ തന്നെ ചൂഷണത്തിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം ലഭിക്കണം എന്നുള്ളതാണ് റൈറ്റ് ടു സെക്യൂരിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഗാർഹിക പീഡനം നമുക്ക് അത് ഓർത്താൽ മതി.
യൂണിവേഴ്സാലിറ്റി വേഴ്സസ് കൾച്ചറൽ റിലേറ്റിവിസം. എന്താണ് ഹ്യൂമൻ റൈറ്റ്സിൽ വരുമ്പോൾ യൂണിവേഴ്സാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അത് തന്നെയാണ് ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് അപ്ലൈ എവരിവെയർ ആൻഡ് ടു എവരി വൺ എന്നുള്ളത്. എല്ലാവർക്കും മനുഷ്യാവകാശം എന്നുള്ളത് ലഭിക്കേണ്ടതാണ്. അത് നമ്മൾ ദേശമെന്നോ അവരുടെ മതമാണെന്നോ സംസ്കാരമെന്നും അതിനെ അതിജീവിച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെയുള്ള ബാധകമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സാലിറ്റി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ഹ്യൂമൻ റൈറ്റ്സ് അപ്ലൈ എവ്രിവെയർ ആൻഡ് ടു എവ്രി വൺ. എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത് കൊണ്ട് യൂണിവേഴ്സൽ ആണ് എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി കൾച്ചറൽ റിലേറ്റിവിസം എന്നുള്ളത് കൊണ്ട് എന്താണത്? നമ്മുടെ സംസ്കാരത്തിന്റെ പേരിൽ കൾച്ചറൽ, ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറാണ് അല്ലെ. സംസ്കാരത്തിന്റെ പേരിൽ നമ്മൾ മനുഷ്യാവകാശം ലംഘനം അത് നമ്മൾ ന്യായീകരിക്കുവോ? ഇല്ല അല്ലെ. അതായത് ഏത് സാഹചര്യത്തിലും അത് നമുക്ക് പ്രധാനമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് കൾച്ചറൽ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നുള്ളത് നമ്മൾ അത് ലംഘനമാണ്, മനുഷ്യാവകാശ ലംഘനം നമ്മൾ ഒരിക്കലും സംസ്കാരത്തിന്റെ പേരിലുള്ളത് നമ്മൾ ന്യായീകരിക്കില്ല. അതുപോലെ തന്നെ അത് ഏത് സാഹചര്യത്തിലും അത് പ്രധാനമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊരിക്കലും അതല്ല എന്നുള്ളത് അങ്ങനെയല്ല. അത് ഹ്യൂമൻ റൈറ്റ്സിൽ വരുന്നതാണ് നമ്മുടെ അവകാശങ്ങൾ എന്നുള്ളത് അവിടെ ഒന്നുകൂടി എംഫസൈസ് ചെയ്ത് പറയാണ്. അതായത് നമുക്ക് പല ട്രഡീഷൻസും നമ്മുടെ ഇതില് നിന്ന് പോകുന്നുണ്ട് അല്ലെ, പല കാര്യങ്ങളും. അതൊന്നും നമ്മൾ നിർബന്ധിതമായി പാലിക്കണം എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ കൾച്ചറൽ റിലേറ്റിവിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എത്തിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഈക്വൽ റൈറ്റ്സ്. ഈക്വൽ റൈറ്റ്സിന്റെ എത്തിക്കൽ ജസ്റ്റിഫിക്കേഷൻസ് ഒക്കെയാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സോഷ്യൽ റൈറ്റ്സ്. എന്തൊക്കെയാണ് സോഷ്യൽ റൈറ്റ്സിൽ വരുന്നത്? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അതുപോലെ ഇക്വാലിറ്റി ബിഫോർ ലോ. ഇതെല്ലാം സോഷ്യൽ റൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലെ. അതായത് പാവപ്പെട്ട കുട്ടികൾക്ക്, ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് പാവപ്പെട്ട കുട്ടികൾക്കെല്ലാം എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത് അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി അതായത് എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ, സോഷ്യൽ റൈറ്റ്സിൽ വരുന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സോഷ്യൽ റൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി എക്കണോമിക് റൈറ്റ്സ് വരുമ്പോൾ അതിൽ നമുക്ക് ഫെയർ വേജസ് ഉണ്ടാവണം, നല്ലൊരു സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടാവണം. അതെല്ലാം നമ്മൾ എന്തിൽ വരുന്നതാണ്? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ എക്കണോമിക് റൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ജോലിക്ക് അനുസൃതമായിട്ടുള്ള വേജ് കിട്ടണം, വേതനം കിട്ടണം എന്നുള്ളതല്ലേ, അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് വരുന്നത് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അതായത് നമ്മളെ റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്, ഫ്രീഡം ഫോർ എക്സ്പ്രഷൻ. നമ്മൾ രാഷ്ട്രീയ ഒരു അവകാശങ്ങൾ അതിലൊക്കെ പങ്കാളിയാവാൻ നമുക്ക് അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അത് റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്, അതുപോലെ തന്നെ ഫ്രീഡം ഫോർ എക്സ്പ്രഷൻ എന്നുള്ളതെല്ലാം പൊളിറ്റിക്കൽ റൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ജനാധിപത്യത്തിൽ എന്നുള്ളത് ആലോചിക്കുക. ഇനി നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഇക്വാലിറ്റിയെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 14 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പിക്കുന്നത് എന്താണ്? ഈക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 4 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 14 നമ്മൾ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പം നമുക്കറിയാം ഒരുപാട് നല്ല വലിയ പദവിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അവരുടെയൊക്കെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടോ? ഇല്ല. എല്ലാവരും തുല്യരാണെന്നുള്ളത് കൊണ്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈക്വലി എല്ലാവരും ഒരു നിയമത്തിന് മുന്നിൽ ഈക്വൽ ആണ് എന്നുള്ളതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് എംഫസൈസ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ എന്താ പറയാ? നമ്മളിപ്പോ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതായത് ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ദളിത് സമൂഹം ഉണ്ടല്ലോ, അവർക്ക് കുറച്ച് നമ്മൾ ബലമായിട്ട് ഇനി കുറച്ച് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ചെയ്യേണ്ട കുറച്ച് ജോലികൾ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പലയിടത്തും അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലെ. അവരെ കൊണ്ട് ആ ഒരു ടൈപ്പ് ജോലികളാണ് അവര് ചെയ്യേണ്ടത്
എന്നുള്ള രീതിയിലും ഒക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആ ഒരു ഹ്യൂമൻ റൈറ്റ്സിന് ഒരു സോഷ്യൽ ജസ്റ്റിസ് കിട്ടാതെ അത് ലംഘിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അതിനൊരു ഇങ്ങനെ ആൾക്കാരുടെ ആ ഒരു ദളിത് വിഭാഗക്കാർക്ക് അങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതും അതൊരു മാനുവൽ സ്കെവറിംഗ് എന്ന് പറയാം. അതായത് ദളിത് കമ്മ്യൂണിറ്റി ഇന്ന് ജോലി ചെയ്തിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് ഒരു പിന്നെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേസ്ഡ് ട്രൈബൽസ് അതിനൊരു ഉദാഹരണമാണ്, സോഷ്യൽ ജസ്റ്റിന് ഉദാഹരണമാണത്. അതായത് നമ്മള് ആദിവാസികൾക്ക് നമ്മൾ ഈ ഒരു ഡാം ഉണ്ടാക്കുക, അതുപോലെ ഒരു വ്യവസായങ്ങൾ, അതിന്റെയൊക്കെ പേരിൽ അവരുടെ ഒരു സംസ്കാരത്തെ, അവർക്ക് തനതായ ഒരു സംസ്കാരം ഉണ്ടാവും അല്ലെ, അവരുടെ തന്നെ ഒരു കൾച്ചർ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ അവരുടെ കൾച്ചറിനെ അതൊക്കെ ഒരു ബാധിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഇൻഡസ്ട്രീസ് വരുമ്പോഴും ഡാമിന്റെ ഒക്കെ പ്രവർത്തനമൊക്കെ വരുമ്പോൾ അവരുടെ കൾച്ചറും അവരുടെ ഒരു അന്തരീക്ഷം, ജീവിതാന്തരീക്ഷത്തെയൊക്കെ അത് ബാധിക്കും, എന്താണ് എഫക്ട് ചെയ്യുന്നു. അതായത് വികസനത്തിന്റെ പേരിൽ അവിടെ അവർക്കുള്ള മനുഷ്യാവകാശങ്ങൾ അവിടെ നഷ്ടമാവുകയാണെന്ന് വിചാരിക്കുക. ഇത്രയാണ് അതായത് ഡിസ്പ്ലേസ്ഡ് ട്രൈബൽസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ, നമ്മളെ സോഷ്യൽ ജസ്റ്റിസിന് എക്സാമ്പിൾ ആണ് ഈ ഒരു ഡിസ്പ്ലേസ്ഡ് ട്രൈബൽസും അതുപോലെ തന്നെ മാനുവൽ സ്കാവെഞ്ചിങ് എന്നുള്ളത് കൊണ്ടും. മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ചില ജോലികളുണ്ട് അല്ലെ, ആ ജോലികൾ ദളിതര് താഴ്ന്ന വിഭാഗക്കാർ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നത്, അത് നമുക്ക് അതിന്റെ അണ്ടറിൽ വരാം. ഇനി ഒരു ഡിസ്പ്ലേസ്ഡ് ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വികസനത്തിന്റെ പേരിൽ ഈ ഒരു ട്രൈബൽസിന്റെ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നത്, അതൊരു സോഷ്യൽ ജസ്റ്റിസിന്റെ എക്സാമ്പിൾ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹ്യൂമൻ റൈറ്റ്സിന്റെ കോൺസെപ്റ്റ് എന്താണ്, ഹ്യൂമൻ റൈറ്റ്സിന്റെ നമ്മൾ പിന്നെ പുരാതന കാലത്തുള്ളത്, ഹിസ്റ്റോറിക്കലായി ഉള്ള കാര്യങ്ങൾ, എന്തൊക്കെ ലീഗൽ മൈൽ സ്റ്റോൺസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, അതുപോലെ എൻലൈറ്റ്മെന്റ് പീരീഡ് ഏതൊക്കെ 17th 18th സെഞ്ചുറിയിലായിരുന്നു, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ മറ്റു കോൺസെപ്റ്റുകള്, പിന്നെ നമ്മള് റിലീജിയസ് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വിശദമായി നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻ ആൻസറും മറ്റുമെല്ലാം നമ്മൾ വരുന്ന വീഡിയോകളിലെല്ലാം നമ്മൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് പേഴ്സണലി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസോ ആൻസറുകളോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ കമന്റ് സെക്ഷനിലൂടെ അത് പറയാം, എങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ ആവശ്യമുള്ളവർ ആരൊക്കെയാണെന്നുള്ളത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി.